ഖുർആൻ കൊണ്ടും അള്ളാഹുവിൻ്റെ നാമവിശേഷങ്ങൾ കൊണ്ടും ഖുർആനും സുന്നത്തിലും സ്വഹിയായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖ്യ ശറിയ. അല്ലാതെ ഡോക്ടർമാരെ കാണുന്ന പോലെ വിളിച്ചു ചേർത്ത് അവിടെ കൊണ്ടുപോയി കണ്ണടച്ചിരുത്തുക. എങ്ങനെയായിരുന്നു ഇവർ പഠിപ്പിച്ച റുഖ്യ ശറിയ എന്നറിയോ? ഇവർ ഞങ്ങൾക്ക് പഠിപ്പിച്ച റുഖ്യ ശറിയ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രോഗികളെ ചികിത്സിക്കുക. ആ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവർ വരും. വിശുദ്ധക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുത്തും, ഒതുർത്തോളി എന്ന് പറയും. ഇങ്ങനെ ഒരു കർമ്മം, സുന്നത്തായ ഒരു കർമ്മം ചെയ്യുക, ഒതുർക്കുക എന്നുള്ളത് സമസ്തക്കാർ പഠിപ്പിച്ച. വീട് കൂടിയിരിക്കുമ്പോൾ ഒതുർക്കുക, അല്ലേ? യാത്ര പോകുമ്പോൾ ഒതുർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒതുർക്കാൻ പറയാം. അപ്പോൾ ഇതൊന്ന് സുന്നത്തായ രൂപത്തിൽ അവർ വരികയാണ്. നമുക്കറിയുന്നില്ല ഇത് തെറ്റാണെന്ന്. പിന്നെ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അടയാളങ്ങൾ എന്തൊക്കെ? അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ ശല്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, നെറ്റി വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, രാത്രി ആന സ്വപ്നം കാണുന്നു, ആണ്ട് ഉയർന്നിങ്ങനെ അട്ടയെന്ന് താഴത്തേക്ക് വീഴും, ഉണ്ട്. പിന്നെ നേല് പാസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ മുടി കൊഴിച്ചിലുണ്ടോ? ഉണ്ട്. അതേപോലെ തന്നെ അങ്ങനത്തെ ഇതൊക്കെ ആരോട് ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടാവുമോ, അല്ലേ? എന്നിട്ട് ഇവർ പറയുകയാണ്, അവസ്ഥ നിങ്ങൾ പറഞ്ഞ എല്ലാ അടയാളവും ഉണ്ട്. പണ്ടൊരു ചങ്ങായി പറഞ്ഞു തന്നത്, നിങ്ങൾ 2ൻ്റെയും 4ൻ്റെയും ഇടയിൽ ഒരു അക്കം വിചാരിക്കും. അപ്പോൾ വിചാരിച്ചു, 3 അത് അതെ 3 ഉറപ്പല്ലേ 3 എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. അങ്ങനെ അവസാനം അവരോട് പറയുകയാണെന്ന്, എന്നാൽ ഞങ്ങൾ നീയത്താക്കി കണ്ണടച്ചിരുന്നോളി. കണ്ണേറാക്കാൻ സാധ്യതയുണ്ട്, സിഹറാന്നാണ് തോന്നുന്നത്. കണ്ണടച്ചിരുന്നോളി. കണ്ണടച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ രൂപം വരും, പരിചയമുള്ള ആളുകളുടെ രൂപം വരും. അപ്പോൾ ചിലപ്പോൾ ശരീരത്തിന് വിറയലുണ്ടാവും, വൊമിറ്റ് ചെയ്യാൻ തോന്നും, കടച്ചിൽ വേദന വരുത്തൊക്കെ ഉണ്ടാവും. ഈ മനസ്സിൽ ഇതും വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, ഒരുത്തരം അത്തരത്തിലുള്ള ഒരു മൈൻഡ് കൊടുത്താൽ തന്നെ ഓൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ തന്നെ ഓരോ ശരീരം വർക്ക് ചെയ്യും. ഇനി അതൊന്നുമല്ല, അത് ശൈത്താനിക പങ്കാണെങ്കിൽ തന്നെ നമ്മളൊക്കെ കൂടെ കരിയുന്നില്ലേ? ഇടത്തെ ഭാഗത്ത് ശൈത്താനും വലത്തെ ഭാഗത്ത് മലക്കും അല്ലാഹു തആല പറഞ്ഞാണല്ലോ. ഈ കരിഞ്ഞിട്ട് കേൾക്കുകയല്ലേ സഹോദരങ്ങളെ? അപ്പോൾ ഈ സഹോദരനെ കൊണ്ട് ഇളകിക്കും, ബുക്കിച്ചും, ചാടും, മറിയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ പറയും, കണ്ടോ ശൈത്താനാണ്, കണ്ടോ ശൈത്താൻ, എന്ത് ശൈത്താനാണ്? എന്നിട്ട് പറയാം സിഹറാണ്, കണ്ണേറാണ്. അവസാനം ഈ ആളറായി കണ്ട് ഇവൻ വിളിച്ച് പറയും എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ പേര്. അത് ശൈത്താൻ പറയാമെന്ന് വിചാരിക്കുക. ബോധാവസ്ഥയിൽ ഇവൻ പറയും. അപ്പോൾ കണ്ട മൂത്താപ്പ വെച്ച് എളാപ്പ ചെന്നിട്ട് കുടുംബം തമ്മിൽ തെറ്റുന്ന അവസ്ഥ. സഫാൻ സലാഹി പൂച്ചാക്കൽ, അല്ലേ? ഒരു ഭാഗത്ത് ഇതേപോലെ ചികിത്സക്ക് പോയിട്ട് അവിടെ പ്രശ്നമുണ്ടായി. ആരാ സഫാൻ സലാഹി പൂച്ചാക്കൽ? ഹുസൈൻ സലഫി ഇല്ലാത്ത സമയത്ത് ഷാർജയിൽ ഖുതുബ പറയുന്ന വിസ്ഡമിൻ്റെ ആളാ. അവസാനം ആ പ്രശ്നം ഈ പറഞ്ഞ ബീവിത്തെയും ഹുസൈൻ മന്നാനും പോയിട്ട് പരിഹരിച്ചെന്ന് പറഞ്ഞ തെളിവിൻ്റെ കയ്യിൽ നിഷേധിക്കും നിങ്ങൾ. ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജമിയത്തുൽ ഈ വിഷയത്തിലെടുത്ത റുഖ്യ ശറിയ അല്ല ഞങ്ങൾ ഇവർ പഠിപ്പിച്ച ചികിത്സാ രീതി. ഇനി കേട്ടോളൂ, എന്താ അറിയോ? ജിന്നുബാധയുണ്ട്, അത് പ്രാമാണികമാണ്, അതിലെല്ലാം പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പിന്നെ വായിക്കുന്നില്ല, കേട്ടോളൂ. റുഖ്യയുടെ ഭാഗമായി അടുക്കുക പോലുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടില്ല. റുഖ്യ ശറിയ നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുക എന്നതോ അതേപോലെ തന്നെ മുഹാത്തബ ഏതെങ്കിലും തരത്തിലുള്ള താമലുകൾ നടത്തുന്നതോ പാടില്ല. റുഖ്യ ശറിയയ്ക്ക് വേണ്ടി പ്രത്യേകം സെന്ററുകൾ സ്ഥാപിക്കാൻ പാടില്ല, അതിന് ഫീസ് നിശ്ചയിക്കാൻ പാടില്ല, അതിനുവേണ്ടി ഒരു പ്രത്യേക ചികിത്സാരിയായി ആരോഹണം ചെയ്യാനും പാടില്ല. പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് കരകയറാൻ ആവശ്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ കൊടുക്കാനേ മാത്രമേ പാടുള്ളൂ. റുഖ്യ ശറിയ എത്രത്തോളം ആകാമെന്ന് പ്രവർത്തകർക്ക് ബോധവൽക്കരണം കൊടുക്കണം. എന്നിട്ട് റുഖ്യ ശറിയ നിർവഹിക്കുന്ന വേളയിൽ പ്രമാണവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിഞ്ഞാണത്തിൽ എഴുതി കൊടുക്കൽ, അതേപോലെ റുഖ്യയ്ക്ക് വേണ്ടി കാസറ്റുകൾ കേൾപ്പിക്കൽ, മൈക്ക് സെറ്റ് ഉപയോഗിക്കൽ, അന്യ സ്ത്രീകളെ ഒറ്റയ്ക്കിരുത്തി ഓതൽ, ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സക്കരിയ സലായും PN പറപ്പൂരൊക്കെ ഒപ്പിട്ടിട്ട് സഹോദരങ്ങളെ ഇന്ന് അത് ഇവർ നടത്തിയില്ലേ? ഞങ്ങളെ പോലത്തെ ആൾക്കാരെ കൊണ്ട് നടത്തിച്ചില്ലേ? ഇവർ നേതാക്കന്മാർ വന്നിരുന്നില്ലേ? ഇവരെ ഭാര്യമാർ വന്നിരുന്നില്ലേ?